അതെ, ഞാനിട്ട കണക്ക് തെറ്റായി പോവോന്നൊരു സംശയം. എന്റെ ചേച്ചി കണക്കിട്ടത് തെറ്റായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ കണക്ക് തെറ്റായിരിക്കും, അല്ല ചേച്ചിക്ക് തെറ്റില്ല. സംസാരിക്ക്, നന്നായിട്ട് സംസാരിക്ക്, എന്ന കാര്യത്തിൽ ഒരു ചുക്കുമില്ല. ചേച്ചി കാര്യം എന്താന്ന് വെച്ചാൽ നേരിട്ട് പറ, അല്ലാതെ ഇങ്ങനെ ചുറ്റി വളച്ച് പറഞ്ഞാലേ എനിക്കൊന്നും മനസ്സിലാവില്ല. ഇവിടെ താമസിക്കുന്നില്ല ഉമ, അവളെ നീ പ്രേമിക്കണം. ചേച്ചി എന്തിനാടാ നാണിക്കുന്നേ? ചേച്ചി, ഉമ എന്ന് ഈ വീട്ടിലേക്ക് വന്നോ അന്ന് മുതൽ ഞാൻ അവളെ ലവ് ചെയ്തോണ്ടിരിക്കുക. ചാർലിസ്, നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായല്ലേ? നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ ജീവിതം ആവാറില്ലല്ലേ? ഇതാ പണ്ടുള്ളവർ പറയാറ്, നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതത്തെക്കാളും കിട്ടിയ ജീവിതം നന്നായി ആസ്വദിക്കണമെന്ന്. ഉമേ, ചാർലസേ, നിങ്ങളിവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായില്ലേ? ഇനി ഇവിടെ എത്ര കാലം താമസിക്കാൻ പോവാ നിങ്ങള്? ഞാൻ ചോദിക്കുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടുപേരും ലവേഴ്സ് അല്ല. അങ്ങനെ ഉള്ളപ്പോ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് താമസിക്കുന്നത് അത്ര ശരിയല്ല. ഇതാ നോക്ക് ചാർലസ്, ഞാൻ 2 ആഴ്ച സമയം തരാം. അതിനുള്ളിൽ നീ വേറെ എവിടെയെങ്കിലും സ്ഥലം നോക്കണം. ഹേയ് ഉമേ, നീ പേടിക്കൊന്നും വേണ്ട. നീ എത്ര കാലം വേണമെങ്കിലും ഇവിടെ താമസിക്കാം. ഓക്കെ? ഇത് നിന്റെ വീട് പോലെയാ. എന്തിനാ? നിന്റെ വീട് തന്നെ വെച്ചോ. നിനക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരാന്നേ. എന്തിനാന്നറിയോ? ഐ ലവ് യുടാ. ഇത് വല്ലാത്ത കുഴപ്പം പിടിച്ച സ്ഥലം. ഇവിടുന്ന് പോവാന്ന് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ? നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അല്ല, ഇവിടെ നമ്മൾ പുറത്തേക്ക് പോയി. ചാർലിസ്, എനിക്ക് ഭരതനാട്യം അറിയാം. സിറ്റിയിൽ ഒരുപാട് പ്രോഗ്രാംസ് കിട്ടും. ഒരു 4-5 പ്രോഗ്രാംസ് കിട്ടിയാൽ തന്നെ പിന്നെ പ്രശ്നം ഉണ്ടാവില്ല. നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി താമസിക്കാം. എന്ത് പറയുന്നു? ഓക്കെ. യെസ് സർ. ഞാൻ ആഗ്രഹിച്ച് നിനക്ക് വേണ്ടി കേക്ക്സ് ഒക്കെ വാങ്ങിച്ചുകൊണ്ടുവന്നതാ. നീ കഴിക്ക് പ്ലീസ്. എനിക്ക് വേണ്ടി വാങ്ങിക്ക. ആ പിന്നെ ഇതെനിക്ക് ആദ്യമായിട്ട് കിട്ടിയ കാശ. പ്ലീസ് വാങ്ങിക്ക. ഓരോ ആണിന്റെ വിജയത്തിന്റെ പിന്നിലും ഒരു പെണ്ണുണ്ടാവുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അതിപ്പോഴാ ഞാൻ നേരിൽ കാണുന്നത്. നീ ഓരോ കാര്യങ്ങളിലും വല്ലാതെ സെന്റിമെന്റലാവുന്നു. നീ കഷ്ടപ്പെട്ട് സമ്പാദിച്ച് നിന്റെ ആദ്യത്തെ വരുമാനം എന്റെ അടുത്ത് കൊടുക്കണമെന്ന് നിനക്ക് എങ്ങനെ തോന്നി? മരിക്കാൻ വേണ്ടി ഞങ്ങൾ വീട് വിട്ടിറങ്ങിയത്. പക്ഷേ ജീവിക്കാനുള്ള ആഗ്രഹം എന്നിൽ വിതച്ചത് നീയാണ് എസ്തർ. ഞാൻ കാരണമല്ലേ ഇങ്ങനൊരവസ്ഥ വന്നേ? ഒരു പ്രശ്നത്തിനും പോകണ്ടായിരുന്നു. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. നീ ദിവസം ഓട്ടോ ഓടിക്കാൻ തുടങ്ങി. നിനക്ക് നല്ല വരുമാനം കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ച് കഴിക്കണ്ട. അതുകൊണ്ട് വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. ഞാനും ചുമ്മാ ഇരിക്കുകയല്ലേ, എനിക്കും ടൈം പാസ് ആവൂലോ. ഓക്കെ, ഡബിൾ ഓക്കെ. ഓക്കെ സർ, ഓക്കെ. 2 lakhs പ്രോജക്റ്റ് കൺഫേം ചെയ്തു സർ. ഓക്കെ, താങ്ക് യു. എന്താ ഇത്? തെറ്റായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. നോ ടെൻഷൻ, കൂൾ ഡൗൺ, റിലാക്സ് പ്ലീസ്. കം ഓൺ.
കൈ ഇങ്ങനെ മൗസിന്റെ മേലെ വച്ച് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യണം. ഓക്കെ, കമോൺ. അങ്ങനെ തന്നെ. ഓക്കെ, സ്മൂത്ത് ആയിട്ട്. ഓക്കെ, നല്ല സ്മൂത്ത് ആയിട്ട് ഹാൻഡിൽ ചെയ്യണം. ഓക്കെ, കമോൺ. അങ്ങനെ തന്നെ. എന്താണ് ചക്കര എഴുന്നേറ്റത്? എന്റെ ഓപ്പറേഷൻ ഇഷ്ടപ്പെട്ടില്ലേ? അത് എന്നെ ഇഷ്ടപ്പെട്ടില്ലേ? പെൺകുട്ടികളോട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ദേഷ്യവും അവരുടെ അഹങ്കാരവും. ഞാൻ ചോദിച്ച ഉടൻ തന്നെ നീ ഓക്കെ പറഞ്ഞതെങ്കിലേ അതിനകത്തൊരു കിക്ക് ഉണ്ടാവില്ല. ഞാൻ കേൾക്കുമ്പോൾ നീ വേണ്ടാന്ന് പറയും, പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്താലേ ഒരു കിക്ക് ഉണ്ടാവുള്ളൂ മോളെ. എങ്കിലല്ലേ ഇതിനകത്തൊരു ത്രില്ലിംഗ് ഒക്കെ ഉള്ളൂ. എന്തിനാണ് നീ ചുമ്മാ അവിടെ ജാട കാണിക്കുന്നത്? ഇങ്ങോട്ട് വാങ്ങിട്ട് ചേച്ചി, ഞാൻ ഉമ്മയെ സംസാരിക്കുന്നത്. ഈ MD എന്നോട് തെറ്റായി പെരുമാറുന്നു. പ്ലീസ് ചേച്ചി, ഒന്ന് പെട്ടെന്ന് വാ. ഇതാണ് ഞാൻ ആഗ്രഹിച്ചത് തന്നെ. എന്തൊക്കെ പറഞ്ഞാലും നീ ഒരു സംഭവം തന്നെയാടി. എനിക്കെപ്പോഴും പുതിയതായിട്ടുള്ള നിന്നെ പോലത്തെ ഫ്രഷിനോടാ വല്ലാത്ത കമ്പം. ദാറ്റ്സ് ഓൾ. പ്രേമിച്ചവന്റെ കൂടെ നീ വീട് വിട്ട് ഇറങ്ങി വന്നവളല്ലേ, പിന്നെ എന്തിനാടി നിനക്ക് ഇത്രക്ക് ജാട? ചക്കാത്തിനൊന്നും വേണ്ട, ഞാൻ നിനക്ക് കൈ നിറയെ കാശ് തരാം. വാ ഇങ്ങോട്ട്. ബലം പിടിക്കാതെ ഒന്ന് സഹകരിച്ചാ അത് നിനക്കും കൊള്ളാം, എനിക്കും കൊള്ളാം. എന്താടി, എന്താ പ്രശ്നം? വാട്ട് ഈസ് യുവർ റേറ്റ്? നിന്റെ വില എന്താന്ന് പറ. കം ഓൺ. നിക്കാനാ പറഞ്ഞ. ഇനിമേ നീ ജോലിക്ക് പോണ്ട. ആ റാസ്കൽ അന്ന് നോക്കിയ നോട്ടമേ ശരിയല്ലായിരുന്നു. നിനക്ക് മാത്രം ജോലി എന്നപ്പോൾ എനിക്ക് തോന്നിയതാ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന്. ഓക്കെ, നീ അത് തന്നെ ഓർത്ത് ഫീൽ ചെയ്യണ്ട. നാളെ ഞാൻ ജോലിക്ക് പോവാം, സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്.